പ്രഭാതത്തിൽ വളരെ മനോഹരമായ ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുടെ തലച്ചോറിൽ അല്ലെങ്കിൽ ബ്രെയിൻ്റെ സ്ട്രക്ചർ തന്നെ, അതിൻ്റെ ഘടന തന്നെ മാറി മറിയും എന്നത് എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു അനുഭവ സത്യമാണ്. എല്ലാ ദിവസവും നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞതുപോലെ പതിവായി നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഈ രൂപത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇങ്ങനെ ചെയ്യാത്ത ഒരാളുടെ ബ്രെയിനും ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനും രണ്ടും രണ്ടായിരിക്കും. ഒരു സംശയവുമില്ല ആ വിഷയത്തിൽ. ഏതുപോലെ വ്യായാമം ചെയ്യുന്ന ഒരാളുടെ പേശികളും വ്യായാമം ചെയ്യാതെ ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരാളുടെ ശരീര പേശിയും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടാകുമോ അത് വിസിബിൾ ആണ്, അത് കാണപ്പെടും. എന്നതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന, എല്ലാ ദിവസവും മനസ്സിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സും അതിനുവേണ്ടി സമയവും അതിനുവേണ്ടി എഫേർട്ടും മാറ്റിവെക്കാത്ത മറ്റൊരു വ്യക്തിയുടെ മനസ്സും അല്ലെങ്കിൽ ബ്രെയിനും തമ്മിൽ അഭേദ്യമായ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക എന്നത് ഒരു തപസ്യയാക്കി മാറ്റുക. നമ്മൾ എല്ലാ കാര്യത്തിനു വേണ്ടിയും സമയം മാറ്റിവെക്കുന്ന ആളുകളാണ്. നമുക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ, ഒരു വിവാഹ പാർട്ടി ഉണ്ടെങ്കിൽ, ഒരു സൽക്കാര പാർട്ടി ഉണ്ടെങ്കിൽ, ഒരു ആഘോഷമുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ സമയവും എഫേർട്ടും പണവും ഒക്കെ ചെലവഴിക്കും. പക്ഷെ ഏറെക്കുറെ ആളുകളും അവനവന്റെ മനസ്സിനെ ശരിപ്പെടുത്തുവാൻ വേണ്ടി അല്പസമയം എല്ലാ ദിവസവും മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരുടെ കൈവശം അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. സർ, അത്ര എന്താ പറയാ, ഉറങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ ആദ്യം കൊന്നുകളയണം. കാരണം നമുക്ക് വേണ്ടി നല്ല ഒരു ജീവിതം പണിയുവാൻ ഒരേ ഒരാൾ മാത്രമേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകത്തുള്ളൂ. അത് നമ്മൾ മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നതും ഒറ്റക്കാണ്. നമ്മൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുന്നതും ഒറ്റക്കാണ്. അതുകൊണ്ട് ഒറ്റക്കുള്ള ഈ യാത്രയിൽ നമ്മുടെ കാര്യം നോക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ബോധ്യം ഒരു വ്യക്തിക്ക് എന്ന് വരുന്നോ അന്നേ അയാൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതാണ് സത്യം. സത്യം മാത്രമല്ലേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ആമുഖമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ശരീരത്തിന് വ്യായാമം ചെയ്യണം, അതുപോലെ തന്നെ മനസ്സിനും വ്യായാമം ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സോളിന്, നമ്മുടെ ആത്മാവിനും വ്യായാമം ചെയ്യണം. ആത്മാവിന്റെ വ്യായാമമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിന് വ്യായാമമാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രം പോരാ, നമ്മുടെ ശരീരത്തിനും വ്യായാമം കൊടുക്കണം. എല്ലാ ദിവസവും എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിന്റെ പേശികൾക്ക്, നമ്മുടെ നെഞ്ചിന് ഉറപ്പ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസിന് പവർ ഉണ്ടാവുകയുള്ളൂ എന്നത് പൂർണ്ണമായിട്ട് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. അതേപോലെ തന്നെ പല ആളുകളുടെയും ലൈഫിൽ ഒത്തിരി ഇഷ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മൾ കാണാറുണ്ട്. പല ആളുകളുടെയും പ്രശ്നത്തിന്റെ കാതലായ ഒരു റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കലയെ കുറിച്ച് അറിയില്ല. അതായത് ലൈഫിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആ ഇഷ്യൂവിനെ പരിഹരിക്കുവാനുള്ള ആദ്യത്തെ പടി അക്സെപ്റ്റൻസ് ആണ്. എന്താ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നു, ഒരാളുടെ വാഹനം ഏതെങ്കിലും മറ്റൊരു വാഹനവുമായിട്ട് ഉരയുകയോ അത് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, അതല്ലെങ്കിൽ ഒരാൾക്ക് ഫിനാൻഷ്യലി ഇത്തരം ലോസ് വന്നു, അതുമല്ലെങ്കിൽ താൻ വിചാരിക്കാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് മനുഷ്യന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പടി, അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ആദ്യത്തെ പടി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. യെസ്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്ന് പെട്ടിരിക്കുന്നു, വന്ന് ഭവിച്ചിരിക്കുന്നു. ഇത് ഒരു സത്യമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന് ഒരാൾ സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അധികം ആളുകളുടെയും ലൈഫിലെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ വല്ല ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പതുക്കെ ഒരു വെള്ളത്തിൽ പതുക്കെ ഒരു ദ്രാവകം ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നോർമലായി കലക്കുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു തട്ടോ മുട്ടോ വരുമ്പോൾ നമ്മളങ്ങ് ആകെ എന്താ പറയുക, ആ വെള്ളത്തിലിട്ട്
കൈ ചലിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിച്ച രൂപത്തിൽ ആ വെള്ളത്തിൽ കലക്കാൻ സാധിക്കാതെ വരികയും അത് ആകെ ഡിസോർഡർ ആവുകയും ചെയ്യുന്നു. എങ്ങനെയാണോ അതിലത് ചെയ്യേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ആവുന്നു. എന്നതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന ഏതെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടാകുമ്പോൾ, യെസ്, ഇപ്പോൾ ഇങ്ങനെ തട്ട് ഉണ്ടായിരിക്കുന്നു, ഇപ്പോൾ ഇങ്ങനെ മുട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്താൽ പിന്നെയും ശാന്തമായിട്ട് മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ ആ തട്ടിയത് എന്താണെന്ന് മനസ്സിലാക്കുവാനോ അതിന് പരിഹാരം കാണുവാനോ ഉള്ള ശക്തി നമ്മളിൽ സ്വയം വന്നു ചേരും. ആരും ഒന്നും നൽകുന്നില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ. അത് വളരെയധികം യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തേക്ക് വന്നത് ഒരുമിച്ചല്ല. നമുക്ക് നാം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ മോശമായ രൂപത്തിൽ ചിന്തിച്ച്, മോശമായ രൂപത്തിൽ പ്രവർത്തിച്ച്, മോശമായ രൂപത്തിലുള്ള അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടി നാട്ടുകാരെല്ലാം രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാ ദിവസവും ഒരു വ്യക്തിയെ എല്ലാ ദിവസവും നെഗറ്റീവായി നിരന്തരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നു. ആ വ്യക്തി അങ്ങനെ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ അതിന്റെ ദുരന്ത ഫലം വേറെ ആരുമല്ല, ആ വ്യക്തി മാത്രമായിരിക്കും അനുഭവിക്കുക. അതാ ഞാൻ ഒറ്റക്കാണെന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആത്മപരിശോധന നടത്തുക. ഏതെങ്കിലും രൂപത്തിലുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമ്മൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ അതിൽ നിസ്സംശയം പറയാം, നിസ്തർക്കം പറയാൻ പറ്റും, അത് ആ കാര്യം എനിക്ക് വന്ന് ഭവിച്ചു എന്നത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അക്സെപ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു 3 സ്റ്റെപ്പ് ഫോർമുല പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തകം വായിച്ച ആളുകൾക്കറിയാം. അതിന്റെ 2ാമത്തെ എഡിഷൻ, 1ാമത്തെ എഡിഷൻ ഏകദേശം തീർന്നു. 2ാമത്തെ എഡിഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ ഇറങ്ങും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പുസ്തകം വായിക്കുവാൻ സാധിക്കും. അതായത് ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് വരാൻ പറ്റുന്നതിൽ വെച്ച് മാക്സിമം ദുരന്തം എന്താണ് ഇതിന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടിക്കോളൂ. യെസ്, ഇത്രയും നഷ്ടമേ വരൂ. യെസ്, ഈ നഷ്ടത്തിൽ നിന്നും കരകയറുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വാട്ട് ഐ വാണ്ട് ടു ഡു, എന്ത് സൊല്യൂഷനാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. ശാന്തമായ മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ, കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നയിക്കുവാൻ ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അപ്പോൾ ലഭിക്കും, നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം ലഭിക്കും. ഈ രൂപത്തിൽ ചെയ്താൽ മതി, ഈ രൂപത്തിൽ പോയാൽ മതി, ഈ രൂപത്തിൽ കണ്ടാൽ മതി എന്ന ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കുവാൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻറ്റ്യൂഷൻ ലഭിക്കുവാൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണർവ് ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിനെ അടക്കി നിർത്തുവാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഇതാണ് ഈ മെഡിറ്റേഷനിലൊക്കെ എല്ലാ ദിവസവും പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ സംഭവിക്കുമ്പോൾ ലൈഫിൽ ഏത് പ്രശ്നം വന്നാലും ഈ രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാനും, ഈ രൂപത്തിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യുവാനും, മനസ്സിനെ ശാന്തമാക്കുവാനും, അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള പരിഹാരം കാണുവാനും ഒരു വ്യക്തിക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ലോകത്ത് എത്രത്തോളം വലിയ ആളുകളുണ്ടോ, എത്രത്തോളം മഹത്തരമുള്ള ആളുകളുണ്ടോ, അത്രത്തോളം ആ മഹത്വത്തിന്റെ അത്രത്തോളം അവർ ത്യാഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും നിലനിൽക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്ത് പ്രശ്നം വന്നാലും ആടി ഉലയാതെ അതിനെ കൈകാര്യം ചെയ്യുവാൻ, മനസ്സിനെ ശാന്തമാക്കി നിർത്തുവാൻ, മനസ്സിനെ കരുത്തോടുകൂടി നിർത്തുവാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾക്കോ എനിക്കോ മാത്രമല്ല, എല്ലാവർക്കും പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അക്സെപ്റ്റൻസും അതുപോലെ തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാനും ഒക്കെ സാധിച്ചവരാണ് മഹാന്മാരായ ആളുകൾ. അത് സാധിക്കാത്തവരാണ് ഇപ്പോഴും നരകക്കുണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. സോ മുഴുവൻ ആളുകളും ഈ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിന് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക, എല്ലാ ദിവസവും ഹാപ്പി പാർക്ക് ഇത്തരത്തിലുള്ള ഈ സൗകര്യങ്ങളൊക്കെ എല്ലാ ദിവസവും പൂർണ്ണമായിട്ടും ചാരിറ്റി ആയിട്ട് നൽകുമ്പോൾ അതിനെ എല്ലാവരും ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.